ഓക്കെ, അപ്പൊ എല്ലാവരും ഇനി വേഗം തന്നെ എക്സാമിന് വേണ്ടി അറേഞ്ച്മെന്റ്സ് ചെയ്യാം കേട്ടോ. വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് എക്സാം എഴുതാം. വീഡിയോ ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല, 0 മാർക്സ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഓൺ ആക്കി എക്സാം എഴുതാം. നിങ്ങളുടെ ഫേസും അതുപോലെ നിങ്ങളുടെ 2 കൈകളും സ്ക്രീനിൽ കാണണം. പാരൻസിനെ വിളിച്ച് അടുത്തിരുത്തണം കേട്ടോ. പാരൻസിനെ വിളിച്ച് അടുത്തിരുത്താം. സെറ്റ് ആണോ? റെഡി ആണോ? എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. യെസ്. ഇനി ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ കാണിക്കാം. ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് ചോദ്യം പറഞ്ഞിരിക്കുന്നത് ബാർ ഡയഗ്രമും ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എഴുതാനാണ്. 4 മാർക്കിന്റെ ചോദ്യമാണ്, അതുകൊണ്ട് 4 ഡിഫറൻസ് എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക, ഡേറ്റ നോക്കി ആൻഡ് മോഡും കണ്ടുപിടിക്കുക. വെറുതെ ഹിസ്റ്റോഗ്രാം വരച്ചാൽ പോരാ, മോഡും കണ്ടുപിടിക്കണം. മോഡിന്റെ വാല്യൂ എടുത്തെഴുതാം. ഇനി മൂന്നാമത്തെ ചോദ്യം ലെസ് ദൻ ഒജീവും മോർ ദൻ ഒജീവും, ഇത് രണ്ടിന്റെയും ഡയഗ്രാം ഒരുമിച്ച് ഒരു ഗ്രാഫിൽ വരയ്ക്കുക. അതിൻ്റെ ഒപ്പം തന്നെ മീഡിയനും കണ്ടുപിടിക്കുക കേട്ടോ. ലൊക്കേറ്റ് ദ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മീഡിയന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് എടുത്തെഴുതാം ലൊക്കേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ 3 ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പൊ എല്ലാവരും നല്ലോണം എക്സാം ചെയ്താൽ ഓൾ ദി ബെസ്റ്റ്. മക്കളെല്ലാവരും വീഡിയോ ഓൺ ആക്കി വെക്കുക. കറക്ഷൻ ടൈം ആണ്, എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെക്കുക കേട്ടോ. സ്ക്രീനിൽ ആൻസേഴ്സ് കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ബാർ ഡയഗ്രമും ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇവിടെ കുറെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മാർക്കിനനുസരിച്ച് എത്ര ഡിഫറൻസ് എഴുതിയാൽ മതി? 4 ഡിഫറൻസ് എഴുതിയാൽ മതി കേട്ടോ. 4 മാർക്ക് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 4 ഡിഫറൻസ് എഴുതി കഴിഞ്ഞാൽ ഓരോ ഡിഫറൻസിന് ഓരോ മാർക്ക് വെച്ച് അങ്ങനെ 4 മാർക്ക് കൊടുക്കാം കേട്ടോ. കറക്റ്റ് 4 ഡിഫറൻസ് ഉണ്ടെങ്കിൽ 4 മാർക്കും കൊടുത്തു. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹിസ്റ്റോഗ്രാം വരച്ച് മോഡ് ലൊക്കേറ്റ് ചെയ്യാനായിരുന്നു. അപ്പൊ ഹിസ്റ്റോഗ്രാം വരച്ചത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വരച്ചത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഫ്രീക്വൻസി y ആക്സിസിലും ക്ലാസ് x ആക്സിസിലാണ് എടുക്കേണ്ടത്. പിന്നെ മോഡിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. മോഡിന്റെ വാല്യൂ 15നും 20ന്റെ ഇടക്കാണ് വരാ. കറക്റ്റ് 18 തന്നെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. 18, 19, 17 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാം. 5 മാർക്കാണ് രണ്ടാമത്തെ ചോദ്യത്തിന്. അതിൽ 4 മാർക്ക് ഡയഗ്രാം വരക്കുന്നതിന്, മോഡിന്റെ വാല്യൂവിനാണ് 1 മാർക്ക്. അങ്ങനെ 5 മാർക്ക് കേട്ടോ. ഡയഗ്രാം മാത്രം ഉള്ളെങ്കിൽ 4 കൊടുത്താൽ മതി. മോഡിന്റെ വാല്യൂ എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം 5 കൊടുക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ കിട്ടിയ വാല്യൂസിന് 1 മാർക്ക് ഉണ്ട്. അപ്പൊ വാല്യൂസ് കറക്റ്റ് ആണോ കിട്ടിയെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അത് കറക്റ്റ് ആണെങ്കിൽ അതിന് 1 മാർക്ക് കൊടുക്കാം കേട്ടോ. ചെക്ക് ചെയ്തോ? ഡയഗ്രാം കാണിക്കട്ടെ. ചെക്ക് ചെയ്തെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്. ഇനി ഇതിന്റെ ഡയഗ്രാം കാണിക്കാം. ഇപ്പൊ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലാണ് കിട്ടുക. മോർ ദൻ ഒജീവും ലെസ് ദൻ ഒജീവും. ഇവിടെ ഞാൻ മോർ ദൻ ഒജീവ് ഏതാണ് ലെസ് ദൻ ഒജീവ് ഏതാണ് എഴുതാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ഗ്രാഫിൽ നിങ്ങൾ വരച്ച ആ കർവ് മോർ ദൻ ഒജീവിന് അവിടെ എഴുതണം. ലെസ് ദൻ ഒജീവ് എന്നും അവിടെ എഴുതണം കേട്ടോ. ഏതാണ് മോർ ദൻ ഒജീവ് ഏതാണ് ലെസ് ദൻ ഒജീവ് എന്ന് കറക്റ്റായിട്ട് എഴുതുക. മീഡിയൻ ലൊക്കേറ്റ് ചെയ്യുക. മീഡിയന്റെ വാല്യൂ 25 ആണ് കിട്ടുക. ഇതിന്റെ മാർക്ക് 6 മാർക്കാണ്. വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 1 മാർക്ക്, മീഡിയന്റെ വാല്യൂ എഴുതുന്നതിന് 1 മാർക്ക്, ബാക്കിയുള്ള മാർക്ക് ഒജീവ് വരക്കുന്നതിന്. നമുക്ക് 4 മാർക്കാണ് അപ്പോൾ ഒജീവ്സ് വരക്കുന്നതിന്. ഒരു ഒജീവ് മാത്രം ഉള്ളെങ്കിൽ 2.5 മാർക്ക് കൊടുത്താൽ മതി. ഓക്കെ ആണോ മക്കളെ? ഇപ്പൊ 15 മാർക്കിന്റെ എക്സാം ആണ്. അപ്പൊ 15ൽ എത്രയെ കിട്ടിയെന്ന് എഴുതാ. പാരൻസിന്റെ സൈൻ വാങ്ങാം, എന്നിട്ട് ഫോട്ടോ എടുക്കുക, സെൻഡ് ചെയ്യാം.